ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ അടിയൊക്കെ വാങ്ങിക്കൂട്ടി സുധി അവസാനം ജ്വല്ലറി ഉടമയെ വിളിക്കുകയാണ്. സാർ, എൻ്റെ പേര് സുധി എന്നാണ്. എൻ്റെ കുറച്ച് സ്വർണം അവിടെ വന്ന് വിറ്റിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയും, എനിക്ക് ആളെ മനസ്സിലായില്ല, കുറെ ആളുകൾ ഇവിടെ വരുന്നതാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുധി പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർണത്തിന് പകരം ആദ്യം ബ്ലൗസ് കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ആളെ മനസ്സിലാവാണ് കേട്ടോ. എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റിരുന്നു ഞാൻ, അതെനിക്ക് തിരികെ വേണമായിരുന്നു സാർ, അതിനുള്ള ക്യാഷ് ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അയാൾ പറയും, അതെങ്ങനെ നടക്കും, നിങ്ങൾ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ അപ്പൊ തന്നെ ഞങ്ങൾ ഉരുക്കി പോയില്ലേ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കിയ സ്വർണം തരാം, അതിനുള്ള ക്യാഷ് തന്നോളൂ എന്ന് പറയണേ. ഉരുക്കിയ സ്വർണം എനിക്കെന്തിനാ, അതെനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല സാർ, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധി അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ ഭാമ പറയും, ചന്ദ്ര നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, സ്വർണ്ണമൊക്കെ അവിടെ തന്നെ കാണുമെന്ന് പറയുമ്പോഴേക്കും സുധിയെ കാണുകയാണ് കേട്ടോ ചന്ദ്ര. എന്തായിടാ, സ്വർണ്ണമൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് എടുത്തിട്ട് വരാന്ന് പറയാണ് കേട്ടോ. അപ്പോ കാര്യങ്ങളൊക്കെ സുധി പറയുമ്പോഴേക്കും ചന്ദ്ര അങ്ങ് ഇരുന്ന് പോവുകയാണേ. എന്നിട്ട് സുധി പറയും, അമ്മ ഇപ്പൊ ബാമാൻറ്റിയുടെ വീട്ടിൽ തന്നെ നിൽക്ക്. പിന്നെ ചന്ദ്ര കയ്യിൽ കിട്ടിയതെടുത്ത് നമ്മുടെ സുധിയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുധിയാണെങ്കിൽ ഓടി കയറി പോകുന്നുണ്ട്. എടാ ഇങ്ങോട്ട് വാടാ, വേണ്ടമ്മേ എന്നെ അടിക്കണ്ട എന്ന് പറയുമ്പോൾ നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വീണ്ടും താഴേക്ക് വരുത്തിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, അമ്മ എന്നോട് ക്ഷമിക്കാൻ അങ്ങ് പറഞ്ഞത് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് നിന്ന് ഒരു അടിപൊളി അടി കിട്ടുകയാണ് കേട്ടോ. നിന്നെയൊക്കെ തലയിൽ കയറ്റി വെച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ മരക്കുറ്റി. രവിയേട്ടൻ അറിഞ്ഞതോടെ തീർന്നു. ആ പൂക്കെട്ടുന്നവളുണ്ടല്ലോ, അവൾ എന്നെ നോക്കി പരിഹസിക്കും, ഇതൊക്കെ നീ ഒരൊറ്റ ഒരുത്തം വരുത്തി വെച്ചതാടാ, നിന്നെയൊക്കെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുപോവാണ്. എന്നിട്ട് പറയും, ആ ആഭരണങ്ങളുടെ ഒരു മോഡലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഗോൾഡ് കവറെങ്കിലും വാങ്ങിക്കൊടുക്കായിരുന്നു എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ സുധി ഇങ്ങനെ ആലോചിക്കാട്ടോ. അയാള് വിൽക്കുന്ന നേരത്ത് ഫോട്ടോ എടുത്ത് വെച്ചത്. അപ്പൊ അത് ചന്ദ്രയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോ, നീ പറയുന്നത് സത്യാണോടാ? അതെ അമ്മേ, എന്റെ ഫോണിൽ ആ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഭാമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചന്ദ്രെ പെട്ടെന്ന് തന്നെ എവിടുന്നെങ്കിലും ക്യാഷ് ഒക്കെ സംഘടിപ്പിച്ച് അതേപോലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്ക്. എന്റെ സ്വർണം വിറ്റിട്ട് എന്തായാലും അവൾക്ക് ആഭരണങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ ഞാൻ പോകുന്നില്ല. തൽക്കാലം അതുപോലുള്ള മോഡൽ ഗോൾഡ് കവറിങ് വാങ്ങിക്കൊടുക്കും, എന്നിട്ട് ക്യാഷ് ഒക്കെ കൈ കിട്ടുന്ന സമയത്ത് ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പൊ സുധി നല്ല ഐഡിയ എന്നുള്ള രീതിയിൽ തലയാട്ടാണേ. അപ്പോ ഭാമ ചോദിക്കും, അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് രേവതി തിരിച്ചറിഞ്ഞാലോ? എവിടെന്ന് അവൾക്ക് അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പോണില്ല. എന്നിട്ട് സുധിയെ നോക്കിയിട്ട് പറയും, എടാ പെട്ടെന്ന് തന്നെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകണം, മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധി തലയാട്ടിക്കൊണ്ട് വേഗം തന്നെ ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീടാണ് കേട്ടോ. അവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് രേവതി. എല്ലാരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിക്കും, ആങ്കിളെ ശ്രുതി വന്നിരുന്നോ? ആ വന്നിരുന്നു, പക്ഷേ ഇപ്പൊ അവനെ കാണുന്നില്ല, അവൻ എവിടേക്ക് പോയിന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അല്ല ഭക്ഷണം കഴിക്കാൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയും, ആ ചിലപ്പോഴേ അവൻ പാർക്കിലെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങായിരിക്കും എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ രവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കടാ, അവൻ എവിടേക്കെങ്കിലും പോയതായിരിക്കും മോളെ, അവൻ വന്നോളും, നീ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയണേ. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ സാമ്പാർ വിളമ്പുന്ന സമയത്ത് അതിലൊരു മുടി ഉണ്ടാവും കേട്ടോ. ദേ അച്ഛാ, ഇതിലൊരു മുടി. എന്നിട്ട് അതിന്റെ നീളമൊക്കെ നോക്കിയിട്ട് പറയും, രേവതി പൂ എടുത്തോണ്ട് വാ, ചൂടി കൊടുക്കാം, നല്ല നീളമുള്ള മുടിയാന്ന് പറയണേ. അപ്പോ നമ്മുടെ രേവതി ചോദിക്കും, നിങ്ങളെന്താ തമാശ പറയാ? എന്നിട്ട് ആ മുടിയും പിടിച്ചോണ്ട് രവിയെ നോക്കൂട്ടോ. അപ്പൊ രവി പറയും, നീ എന്നെ നോക്കൊന്നും വേണ്ട, എന്റെ തലയിൽ മുടിയില്ല എന്നൊക്കെ പറയുമ്പോ, ആ അതെനിക്കറിയാം, പിന്നെ ഇതിപ്പോ ആരുടെ മുടിയാന്ന് പറയുമ്പോ നമ്മുടെ വർഷ പറയും, എന്റെ മുടിയല്ല, ഞാൻ അടുക്കളയിലേക്കേ പോയിട്ടില്ല, പാർലറെ എടുത്തിയുടെ മുടിയാണോ എന്ന് ചോദിക്കുമ്പോ, ഒന്ന് പോയേ സച്ചി, എനിക്ക് മുടി കൊഴിയുന്ന അസുഖമൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ രേവതി പറയും, ചിലപ്പോ അത് എന്റെ മുടിയായിരിക്കും, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കൊഴിഞ്ഞു വീണതായിരിക്കും എന്നങ്ങ് പറഞ്ഞതും രവി പറയും, എടാ അതിങ്ങനെ ചോദിക്കാതെ അതെടുത്ത് കളഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്ക് എന്ന് പറയണേ. അങ്ങനെ നിൽക്കുന്ന നേരത്ത് നമ്മുടെ സച്ചിയല്ല സുധിയും ചന്ദ്രയും കൂടെ ആഭരണമൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. പമ്മിയാണ് വാതിൽ തുറക്കുന്നത്. എടാ മോനെ, അവർക്ക് എന്തെങ്കിലും സംശയമൊക്കെ തോന്നോ? ഇല്ലമ്മേ എന്ന് പറയട്ടെ സുധി. രേവതിയുടെ ആഭരണങ്ങളും നമ്മൾ വാങ്ങിയ ഗോൾഡ് കവറിങ് ആഭരണങ്ങളും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സുധി. അവരെ വല്ല ജ്വല്ലറിയിലും കൊണ്ടുപോയി ഗോൾഡ് ഉറച്ചു നോക്കിയാൽ മാത്രമേ ഇത് ഗോൾഡ് കവറിങ് ആണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എടാ മോനെ, അവര് ജ്വല്ലറിയിൽ കൊണ്ടുപോയി ഉറച്ചു നോക്കൂ അമ്മേ, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ മാത്രമല്ലേ അവര് ഉറച്ചു നോക്കുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ സുധി. എന്നിട്ട് സുധി പറയുന്നുണ്ട്,
ആഭരണങ്ങൾ കൊടുത്ത ഉടനെ രേവതി അതെടുത്ത് അണിയും. എന്നിട്ട് ജാടയിൽ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കി ചിരിക്കാം അമ്മേ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വയ്യട്ടോ സുധിയുടെ അടുത്ത്. എന്നിട്ട് ചന്ദ്ര പറയും, നിന്റെ കള്ളത്തരം അറിഞ്ഞ സച്ചിൻ നിന്റെ ചിരി നിർത്തിക്കോളും, സത്യം അറിയാതിരിക്കാനായി നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ എന്ന് പറയണേ. എന്നിട്ട് അങ്ങ് കൊണ്ടുപോവാണ് അവരുടെ അടുത്തേക്ക്. അങ്ങനെ ചന്ദ്രയോട് രവി പറയുന്നുണ്ട്, അവളുടെ സ്വർണ്ണല്ലേ അവൾക്ക് തിരിച്ചു കൊടുത്തേക്ക്, അല്ലാതെ നിന്റേതൊന്നല്ലെന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും സുധി പറയും, രേവതി അന്ന് വെല്ലുവിളിച്ചതല്ലേ, നീയേ അച്ഛൻ്റെ ക്യാഷ് മോഷ്ടിച്ചിട്ട് ഒരു പൈസ പോലും തിരിച്ചു കൊടുത്തില്ലല്ലോ, അത് തിരികെ കൊടുത്തിട്ട് സംസാരിച്ചാൽ മതി. എന്നിട്ട് വീണ്ടും പറയും, നീ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ തലയിൽ വെച്ച് കള്ളസത്യം ചെയ്യുന്നതുകൊണ്ട് ആണ് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറുന്നതും കോച്ച് പിടിക്കുന്നതും എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കഴുത്തിലിങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ, തല പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ വീണ്ടും തലയിൽ കൈ വെക്കാൻ കേട്ടോ ചന്ദ്ര. അപ്പോഴേക്ക് സുധി പറയും, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, ഇവൻ ഓരോന്ന് പറയാ. അപ്പോഴേക്ക് അവിടേക്ക് വർഷ വന്നിട്ട് ചോദിക്കും, ആൻറ്റി എന്താ തിരികെ കൊടുക്കാത്തത്, എനിക്ക് ഇവളുടെ സ്വർണം വാങ്ങി വെച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവൾ അന്ന് നടത്തിയ വീരവാദത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാട്ടോ ചന്ദ്ര. എന്നിട്ട് വീണ്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ ചന്ദ്ര. സച്ചിയെ കാണിച്ചിട്ട് പറയും, ഇവൻ കുടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റി പറയും, നീ കുടിക്കാതെ വാക്ക് മാറ്റി പറയും, രണ്ടും കണക്കാന്ന് പറയുമ്പോൾ വാക്കിനെ കുറച്ചെങ്കിലും വില വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, വാക്കിന് വില കൊടുക്കാത്തവളല്ല ഞാൻ,